മേഘസുന്ദരരാവിൽ ആഴ്ന്നിറങ്ങുന്ന സൂര്യൻ്റെ പ്രകാശം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. 13 വയസ്സിന് താഴെയുള്ള പിള്ളേർക്കെതിരെ അറിയണ ബൗളിങ്ങിൻ്റെ ആഴമാണ് കാണുന്നത്. വളരെ ഒരു കഷ്ടിച്ചൊരു 4 അടി പൊക്കമില്ലാത്ത പയ്യനും ഒരു 13-14 വയസ്സുള്ള പയ്യനും ബാറ്റ് ചെയ്യുകയാണ്. ഏകദേശം under-19-ലോ under-21-ലോ ഒക്കെ കളിക്കുന്ന പയ്യന്മാരുടെ മാരകമായ ബൗളിങ്. അതൊരു 135, 140, 138 ആ സ്പീഡിൽ എറിയണ ബൗൾ ചെയ്യുന്ന ബൗളേഴ്സിനെതിരെയാണ് ഈ കുട്ടികൾ ബാറ്റ് ചെയ്യണത്. ഇതിൽ ആ 4 അടി പൊക്കം പോലും ഇല്ലാത്ത പയ്യൻ്റെ ബാറ്റിംഗ് ഒന്ന് കാണാനുണ്ടായിരുന്നു. പിള്ളേർ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഓൾറെഡി 3 വിക്കറ്റ് പോയി. പക്ഷേ ഈ കുട്ടികൾ ഇവർക്കെതിരെ ഡിഫൻസിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ വലിയ ഭയമോ ഒന്നുമില്ല. നല്ല എക്സ്പീരിയൻസാണ്. കാരണം ഇത്രയും സീനിയേഴ്സിനെതിരെ കളിക്കുക, കളി വളരെ രസകരമായിട്ട് അവരുടെ ബാറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അവർക്കെതിരെ പിടിച്ചു നിൽക്കുക. ഒരു 50 റണ്ണെങ്കിലും അടിച്ചാൽ പോലും അതൊരു വലിയ എക്സ്പീരിയൻസ്, വലിയ റണ്ണും തന്നെയാണ്. കാരണം വിജയമെങ്കിൽ കൊച്ചുകുട്ടിയൊക്കെ തന്നെ പറയേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ക്യാമറയിൽ കൂടെ നോക്കുക, വളരെ ലോങ്ങിൽ കൂടെ കാണാൻ പറ്റുള്ളൂ എങ്കിലും എറിയുന്ന ബോളിൻ്റെ വേഗതയും തീവ്രതയും മനസ്സിലാവും. കളിക്കുന്നത് ഒരു 13 വയസ്സായപ്പോൾ അവർ ഡിഫൻസിൽ സ്ട്രോങ്ങാണ് നിൽക്കുകയാണ്. അവരൊരു 25 ബോൾ കളിച്ചാൽ പോലും അൺബിലീവബിൾ ബാറ്റിംഗ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയും സ്ട്രോങ് പ്രൊഫഷണലി ബൗൾ ചെയ്യുന്ന ബൗളേഴ്സ്, സീനിയർ ടീം, സീനിയർ ബൗളേഴ്സ്, 135, 38 ബോളിൽ ബൗൾ ചെയ്യണ ഫാസ്റ്റ് ബൗളേഴ്സ്, ഇവർക്കെതിരെ ഒരു 4 അടി പൊക്കം പോലും ഇല്ലാത്ത നമ്മുടെ കുഞ്ഞു പയ്യനും ഒരു 13-14 വയസ്സായ പയ്യനും നല്ല ഇതായി പിടിച്ചു നിൽക്കുകയാണ്. രസകരമായ കാഴ്ചയാണ് ഗ്രീൻഫീൽഡിൽ. അവൻ്റെ റണ്ണപ്പ് നിങ്ങൾ നോക്കിയോ. അതായത് 30 യാർഡ് സർക്കിളിൻ്റെ പുറത്തുനിന്നാണ് അവർ റണ്ണപ്പെടുത്ത് വന്നത്. റണ്ണപ്പെടുത്തിട്ട് എറിയണത് നിങ്ങൾ ഈ കാണുന്ന 4 അടി പൊക്കം തികച്ചില്ലാത്ത പയ്യൻ്റെ നേരെയും ഈ 13 വയസ്സിൽ ഒരു ദാക്ഷിണ്യമോ ഒരു മയമില്ലാതെയാണ് എറിയണത്. ഇവർക്കെതിരെ 10 ബോളിൽ 8 റൺ, അതായത് സ്ട്രൈക്ക് റേറ്റ് 0.8, 1 വേണ്ട, സ്ട്രൈക്ക് റേറ്റ് 100 വേണ്ട, 80 എന്ന കണക്കിൽ പോലും പോയാൽ പോലും കുട്ടികളുടെ ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ അൺബിലീവബിൾ എന്ന് പറയേണ്ടി വരും. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കളിക്കുന്ന ആർക്ക് എന്തിനാണ്, അതായത് നിങ്ങൾ എക്സാമ്പിൾ നോക്കി നോക്കും. ബുംറ ബൗൾ ചെയ്യാൻ വരുമ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ബാറ്റ് ചെയ്യണം നോക്കും. നിങ്ങൾ ഇപ്പോൾ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കണം നിങ്ങളമ്മ ബാറ്റ് ചെയ്യണം നോക്കും. മുംബ്രയ്ക്കെതിരെ അവൻ 10 ബോൾ എറിഞ്ഞ് അവൻ ഒരു റണ്ണും എടുത്തില്ല എന്ന് പോലും വെച്ച് നോക്കും. പക്ഷേ 10 ബോൾ അവൻ ഡിഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആസ് പെർ ദ ബെസ്റ്റ് പ്ലെയർ. കാരണം അവൻ ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത് അവന് 10 വയസ്സ് പ്രായമുള്ളപ്പോഴത്തേക്കും ആ 10 ബോൾ അവൻ ഡിഫൻസ് ചെയ്തിട്ടാൽ പോലും അവനൊരു ബെസ്റ്റ് പ്ലെയറായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. കാരണം എറിയണതാര്, ബാറ്റ് ചെയ്യണതാര്. അപ്പോൾ അവൻ്റെ കോൺഫിഡൻസ് ലെവൽ നോക്കണം, ആ കുട്ടിയുടെ ധൈര്യം നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്കൂളും നിങ്ങളുടെ വീട്ടുകാരും നമ്മുടെ കോച്ചും പിന്നെ കളി കാണുന്നവരും, നാട്ടുകാരെ പറയില്ല, നാട്ടുകാരെ പ്രോത്സാഹിപ്പിക്കില്ല കേട്ടോ. നിങ്ങളുടെ ബാക്കിലോട്ട് വലിച്ചു കളയും നിങ്ങളുടെ കുട്ടികളെ. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളെ കുട്ടികളെ വിട്ട് കഴിഞ്ഞാൽ അവർ പ്രൊഫഷണലുകളാവും. സ്പോർട്സിൽ മാത്രമല്ല, ലൈഫിൽ പ്രൊഫഷണലുകളാവും, മറ്റെല്ലാ മേഖലകളിലും പ്രൊഫഷണലാവും. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഞാനിത് ഈ സുന്ദര കാഴ്ച അതാ നോക്കിയേ. ഗ്രീൻഫീൽഡിൻ്റെ മനോഹരമായ സായസന്ധിയിൽ, അതായത് ചൂടൊക്കാകുന്നു, നല്ല തണുത്ത അന്തരീക്ഷം, രാവിലെയുള്ള സെൻറ്റ് സേവിയേഴ്സിലെ മാരകമായ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ മാറി നല്ല സുഖമുള്ള അന്തരീക്ഷം, മനോഹരമായ സ്റ്റേഡിയത്തിൻ്റെ നടക്ക് കോഹ്ലി ചുവട് വെച്ച അതേ പിച്ചിൽ ഇതാ നോക്കിയ 4 അടി പൊക്കം തികച്ചില്ലാത്ത പയ്യതാ നോക്കും. നിങ്ങൾ നോക്കും, എന്ത് രസകരമാണ്. അതാ 30 യാർഡ് എന്നതാ എടുത്തു, ഇതാ ഓടയാണ്, അതാ പയ്യൻ ബാറ്റ് ചെയ്യണം. ഇപ്പോൾ ബൗൾഡായി. അവ ഏകദേശം ഒരു 15-20 ബോൾ കളിച്ച് ആ ബോളിൽ ബൗൾഡായി. ഇത്രയും നല്ല രീതിയിൽ ഇത്രയും നേരം നോക്കി അവ എന്തെങ്കിലും ദാക്ഷിണ്യത്തിലാണ് ബോൾ ചെയ്യണത്. ഇങ്ങനെ രസകരമായ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളുടെ കുട്ടികൾക്ക് സ്കില്ലുണ്ടെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ, സ്പോർട്സിലാവട്ടെ, ആർട്സിലാവട്ടെ, അതുപോയിട്ട് സയൻസ് ഫീൽഡിലാവട്ടെ, അയ്യോ അതേ ക്ലാപ്പ് കൊടുക്കണം കേട്ടോ. 4 അടി കഷ്ടിച്ച് 4 അടി പൊക്കമുള്ള പയ്യനെതിരെ 135-140 മൈൽ സ്പീഡിൽ ബോളറിഞ്ഞിട്ട് ഈ സീരിയസ് ഇതൊക്കെ കോച്ചുമാരാണെന്ന് ആലോചിക്കണം. കോച്ചുമാരും ബാക്കി എല്ലാവരും കൂടെ വന്ന് ബൗൾ ചെയ്ത് ആ പയ്യനെ ബൗൾഡാക്കിയിട്ട് ഇവർ ഭയങ്കരമായിട്ട് അഭിസംബോധന ചെയ്യുകയാണ്.
അതായത് ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയാണ്, കൈ കൊടുക്കുകയാണ്. ഒന്നുമില്ല, അതിൻ്റെയൊന്നും അത്രയ്ക്കൊന്നും നമ്മൾ കൈ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഒരാളെ ഔട്ടാക്കിയിട്ട് ഒരാളെ, ഒരു കൊച്ചുകുട്ടിയെ നമ്മൾ ഒരു വലിയ സീനിയറായിട്ടുള്ള മുമ്പേ പോയിട്ട് ഒരു 4 വയസ്സുകാരനെ 10 വയസ്സുള്ള ഒരു കുട്ടിയെ ഔട്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ഇതെടുത്താൽ എങ്ങനെ ഇരിക്കും? അതിൻ്റെ ഒരു മുമ്പേ അതിൻ്റെ ഒരു ക്രെഡിറ്റ് എടുത്താൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ? നിങ്ങൾ ചിരിക്കൂലേ? പ്രേക്ഷകരെ നിങ്ങളെല്ലാം പറയും, നിങ്ങൾ കമൻ്റായിട്ട് പറയും. നിങ്ങളെ മോന് 10 വയസ്സേ ഉള്ളൂ, മുമ്പെയോ നമ്മളെ മോഹിത് ശർമ്മയോ അല്ലെങ്കിൽ ബ്രെഡ്ലിയോ അല്ലേ ബ്രെഡ്ലിയോ മഗ്രാത്തോ ഇല്ലേ നമ്മളെ പഴയ കോട്ട്ലി വാഷ് എന്നൊക്കെ അറിയാമായിരിക്കും. നമ്മളെ വെസ്റ്റ് ഇൻഡീസിൻ്റെ മുൻകാല ഫാസ്റ്റ് തീവട്ടി ബൗളറാണ്. സച്ചിനെയൊക്കെ വിറപ്പിച്ച ദ്രാവിഡെല്ലാം നിൽപ്പിൽ 10-100 ബോൾ ഉറക്കി വിട്ട ബൗളർ. അതായത് എറിയും ദ്രാവിഡ് ഡിഫൻസ് എന്നാൽ അതേസമയം സച്ചിൻ തുടർച്ചയായിട്ട് 4-5 പ്രാവശ്യം ബൗൾഡ് മാത്രമല്ല സ്ഥിരമായിട്ട് ഔട്ടായി വെസ്റ്റ് ഇൻഡീസിൽ. നമ്മൾ ആ പരമ്പരയിൽ ധൈര്യമായിട്ട് ഇന്ത്യ 5-0 തോറ്റുവെന്ന് പരമ്പരയൊക്കെ ഉണ്ട് കേട്ടോ ടെസ്റ്റിലൊക്കെ. അങ്ങനെയുള്ള ബൗളേഴ്സ് നിങ്ങളെ 10 വയസ്സുള്ള മകനെ പിടിച്ച് ബൗൾഡാക്കിയിട്ട് ഭയങ്കര ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്താൽ പ്രേക്ഷകരെ നിങ്ങൾ എന്തായിരിക്കും അതിൻ്റെ ഹാപ്പി? നിങ്ങൾ അതിനെന്തായിരിക്കും അക്സെപ്റ്റ് ചെയ്തത്? നോക്കിയാൽ 12 കളി. അപ്പോൾ നിങ്ങൾ പറയുന്നൊരു പ്രൊഫഷണൽ കളിയല്ലേ എന്ന്. കളി തന്നെയാണ്, പക്ഷേ കളി അത് നമ്മൾ ആർക്കെതിരെ കളിക്കണം? യുദ്ധം ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊപ്പം ശക്തിയുള്ളവരുടെ അടുത്ത് യുദ്ധം ചെയ്തിട്ട് വേണം ആഘോഷിക്കാൻ ജയിക്കുമ്പോൾ. അല്ലാതെ ഈ കമൻട്രി പറയണം എനിക്ക് 48-49 വയസ്സുള്ള ഞാൻ ഒരു 4 അല്ലെങ്കിൽ ഒരു 6 വയസ്സായ കുട്ടീൻ്റെ അടുത്ത് അല്ലെങ്കിൽ വളരെ പ്രൊഫഷണലായിട്ട് ഒരാൾ തനിക്കൊപ്പം നിൽക്കാൻ ഒരു വിധത്തിലും കഴിവില്ലാത്ത ഒരു ആളെടുത്ത് പോയി അയാളെ ഔട്ടാക്കി അടിച്ചുകളിയിട്ടിട്ട് ആരോഗ്യപരമായിട്ട് പറയാം, അതിനെ ഔട്ടാക്കിയിട്ടോ അല്ലെങ്കിൽ അയാൾക്കെതിരെ ഒരു 4 6 അടിച്ചിട്ടോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും? ഇപ്പോൾ ഞാൻ ഒരു കമൻറ്റേറ്റർ എന്നുള്ളതിലേക്ക് ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇഷ്ടം തോന്നുന്നു വെറുപ്പ് തോന്നുന്നു? നിങ്ങൾ പറയും. അങ്ങനെയുള്ള സുന്ദരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ കളി രസമാണ് കേട്ടോ, കാരണം ഒരു ദാക്ഷിണ്യമില്ലാത്ത കളി. വീണ്ടും ഇതാ ബൗൾഡായി, ഒരു ഒത്തുകൂടാൻ പോവുകയാണ്. വീണ്ടും അത് ഹാപ്പിനെസ് വരും. വീണ്ടും അത് അടുത്തൊരു കൊച്ചു പയ്യ ഇറങ്ങിയിട്ടുണ്ട്. അതൊരു 4 അടി തന്നെ വരുള്ളൂ അല്ലേ? അതൊരു 4 അടിയല്ലേ വരുള്ളൂ. അത് പോയത് മറ്റേ വന്നതും കൊച്ചല്ലേ, അത് തന്നെ പറഞ്ഞു. അവനൊരു 4 അടിയല്ലേ വരുള്ളൂ. ഇപ്പോൾ ഔട്ടായ പയ്യല്ലേ ഇപ്പോൾ അടുത്ത് വന്ന പയ്യനെ നോക്കണേ നിങ്ങൾ. അതാ നിൽക്കണം. അതാ ഒരു പയ്യ വന്ന അഭിസംബോധന ചെയ്യണം. അവനെ കെട്ടിപ്പിടിച്ച് കാര്യം പറഞ്ഞിട്ട് എറിയണത് 140 മൈൽ സ്പീഡിലാണ്. എന്നിട്ട് അവൻ്റെ വിക്കറ്റ് വീണ് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ കൈ കൊടുത്ത് അവർ ആഘോഷിച്ചോട്ടെ. പക്ഷേ അതിലെന്താണ് അതിനകത്തൊരു ആഘോഷിക്കാതിരിക്കുന്നത്? കാരണം നമ്മളൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വലിയ ബൗളേഴ്സ് വന്നിട്ട് 140-ലും 145-ഉം 138 മൈൽ സ്പീഡിൽ ബൗൾ ചെയ്തിട്ട് അവൻ്റെ അവൻ്റെ കുറ്റിയെ പറിച്ചെറിഞ്ഞിട്ട്, എന്തായാലും ബാറ്റിൽ പിള്ളേർക്ക് കിട്ടാൻ വളരെ പാടാണ്, കുറ്റി പറിച്ചെറിഞ്ഞിട്ട് നമുക്ക് ആഘോഷം നടത്തിയിട്ട് അതുകൊണ്ട് കാര്യമില്ല. അല്ലെങ്കിൽ ആ പിള്ളേരെ നിർത്തി കളിപ്പിക്കാൻ കരുതി സ്പീഡൊക്കെ കുറച്ച് അവർക്കിവിടെ കളിക്കുന്ന ഒരു കാറ്റഗറിയിൽ ബൗൾ ചെയ്ത് കൊടുത്തിട്ട് ഇത് വിക്കറ്റ് വീണെങ്കിൽ പോലും എങ്കിൽ പോലും അതിൽ ആഘോഷിക്കാനൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഈ മനോഹരമായ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സായസന്ധ്യയിൽ ജീവിതത്തിൽ എന്തൊക്കെ കാഴ്ചകളിലൂടെ പോകണമെന്നറിയാമോ? പക്ഷേ ഇതിനകത്തൊരു ഗുണം പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികളെ ഏത് പ്രതിസന്ധിയിലും എത്ര വലിയവർ വന്നാലും കാലക്രമേണ 5-6 വർഷം കഴിയുമ്പോൾ ഈ പിള്ളേർ വളരും. ഈ കുട്ടികളെ വളർന്ന് 5-6 വർഷം പോലും പോണ്ടെന്നാണ് എൻ്റെ ക്യാമറാമാൻ പറയുന്നത്. ഒരു 2-3 വർഷത്തിനകത്ത് ഈ കുട്ടികൾ കുറച്ചുകൂടെ ഹൈറ്റ് വരുമ്പോൾ മുംബ്രെ എന്നല്ല ബ്രെഡ്ലി അല്ല മഗ്രാത്തല്ല, വാഷല്ല, മാൽക്കം മാർഷല്ല, എനിക്ക് എല്ലാവരും പേരിങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് വരണില്ല. മോഹിത് ശർമ്മയല്ല, പിന്നെ നമ്മുടെ ഫാസ്റ്റ് ബൗളേഴ്സ് ആരൊക്കെയാണ് ഇങ്ങനെ അക്തറല്ല, വസീം അക്രമല്ല അല്ലേ? നമ്മുടെ വസീം അക്രത്തിൽ അറിയാമല്ലോ, റിവേഴ്സിങ്ങിൻ്റെ ഉസ്താദ്, ഓഫ് കട്ടറിൻ്റെ ലെഗ് കട്ടറിൻ്റെ ഉസ്താദ്. നിങ്ങൾ ആലോചിച്ച് വെക്കണം. പിന്നെ ബുംറയുടെ ബോളിങ്ങിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ എവിടെ ബോൾ ഇട്ടിട്ട് എങ്ങോട്ട് ബോളൊന്നും പോലും നമുക്ക് പറയാൻ പറ്റില്ല. ബാക്ക് പുട്ടിലും പോയി കളിക്കാൻ പറ്റില്ല, ഫ്രണ്ട് പുട്ടിലും പോലും കളിക്കാൻ പറ്റില്ല. പിന്നെ മലിംഗ ഇവർക്കെതിരേക്ക് ഇവർ പുഷ്പം പോലെ 2-3-4 വർഷം കഴിയുമ്പോൾ മലിംഗ വന്നാൽ ഇവരെ തൊടൂല, ആര് വന്നാലും തൊടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ ഇവർ ഔട്ടാവണമെങ്കിലും ഇവർ മാനസിക അത് കണ്ടത് ഔട്ടായിട്ടോ. അതാ നിങ്ങൾ നോക്കിയേ, ഒരു 3.5 അടി പൊക്കം വരുവാണ്. 3.5 അടി പൊക്കമുള്ള പയ്യനെ 135-140 മൈൽ സ്പീഡിൽ ബൗൾഡാക്കി
ബൗൾഡാക്കിട്ടത് ഇതാട്ടോ എൻ്റെ ആഘോഷം. അത് പോയി കൈ കൊടുക്കണ ആര്, കൊച്ചുകുട്ടികളല്ല, കോച്ച് സീനിയർ ലെവലുകൾ ഇതിൽ കഥ പറയാണ് അവരെ എങ്ങനെ ഔട്ടാക്കാം. എനിക്ക് വയ്യ. മുമ്പേ 10 വയസ്സായ പയ്യൻ, നിങ്ങൾ ഈ പറഞ്ഞ ബൗളേഴ്സൊക്കെ കൂടി 10 വയസ്സായ പയ്യൻ ഔട്ടാക്കിയിട്ട് അടുത്തതൊരു പെൺകുട്ടിയാണ് പറഞ്ഞത് കേട്ടോ. അതിനൊരു 16 വയസ്സ് വരുമായിരിക്കും. ഇങ്ങനെ ഔട്ടാക്കിയിട്ട് അടുത്ത പ്ലാനിങ്, വല്ലാത്ത പ്ലാനിങ് ആയിപ്പോട്ടെ. ഇങ്ങനെ ചെയ്തിട്ട് ആഘോഷം എന്തുകൊണ്ട് ക്രിസ്മസ് ആഘോഷമായിരിക്കും. ഇനി ക്രിസ്മസ് അല്ലേ പറഞ്ഞല്ലേ അല്ലേ? ഞാൻ മറന്നു കേട്ടോ, ചില സിറ്റുവേഷനിൽ ക്രിസ്മസ് ഒന്നും പോലും മറന്നു. ഏത് പ്രേക്ഷകരെ ക്ഷമിക്കുക. കാരണം പലർക്കും തോന്നും ഇവ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്, ഇവനെ ക്രിസ്മസ് ഓർമ്മയില്ലേ എന്ന് അല്ലേ? ഇല്ല, സാഹചര്യം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ക്രിസ്മസൊക്കെ മറന്നു പോയത് കേട്ടോ. അപ്പോൾ ആരും സങ്കടപ്പെടേണ്ട കേട്ടോ. ക്രിസ്മസ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അല്ലേ? പാപ്പയ്ക്കും നാട്ടുകാർക്കും ഗ്രീൻഫീൽഡിൽ കളിക്കുന്ന പിള്ളേർക്കും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അവർ പടക്കം പൊട്ടിക്കുകയാണ് കേട്ടോ, 140 മൈൽ സ്പീഡിൽ ബോളറിന്. അങ്ങനെയാണ് ഇവർ കളി ചെയ്യണത്. അങ്ങനെയുള്ള കളി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. രസകരമാണ്. ഞാൻ നിർത്തില്ല കേട്ടോ, കാരണം ഇപ്പോൾ ഞാൻ ഇൻ്റർവെല്ലോട്ടൊന്നും പോകണില്ല. കാരണം ഇത് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. രസകരമാണ്. അടുത്ത് വന്ന് ബാറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഒരു പെൺകുട്ടി, അപ്പുറത്തൊരു 13 വയസ്സായ പയ്യൻ. ഇങ്ങനെ രണ്ടുപേരാണ് ഇരിക്കുന്നത്. നീ പെൺകുട്ടിക്കെതിരെ ഏതാ പോകണമെന്ന് നോക്കിയാൽ 30 യാർഡിന് ബാക്കിലാണ് ബൗളർ. ഏകദേശം ലെഫ്റ്റ് ആം ബൗളറാണ്. ഏകദേശം നമ്മുടെ വാസിം അക്രമായിട്ട് നമുക്ക് അവനെ താരതമ്യം ചെയ്യാം. ലെഫ്റ്റ് ആം ബൗളറാണ്. എക്സലൻറ്റ് ഡിഫൻസ് എന്ന് തന്നെ പറയേണ്ടി വരും. നോക്കിയേ, വാസിം അക്രത്തിനെതിരെ നിങ്ങൾക്കറിയാമല്ലോ വാസിം അക്രം ബൗൾ ചെയ്തെന്ന് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ മിതാലി രാജൊക്കെ ബാറ്റ് ചെയ്താൽ എങ്ങനെയിരിക്കും? അതിന് പോലും ഒരു അറപ്പുണ്ടാവും. അവരെങ്കിൽ പോലും പിടിച്ചു നിൽക്കണമെങ്കിൽ. അതേ സ്ഥാനത്ത് അത്രയും ഒന്നുമില്ലാത്ത നമ്മൾ 16 വയസ്സായ പെൺകുട്ടി അവിടെ രസകരമായിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ചുറ്റുപാടാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തെങ്കിലും ദാക്ഷിണ്യം ഈ സീനിയർ ടീം ഈ കൊച്ചു കുട്ടികളെടുത്ത് കാണിക്കുന്നുണ്ടോ? പക്ഷെ അവർക്ക് കിട്ടുന്ന ലൈഫ് എക്സ്പീരിയൻസ് അബ്സല്യൂട്ട്ലി ബ്രില്യൻ്റ് ആയിരിക്കും. ഇതാ അവൾ കളിച്ചു കണ്ടോ, സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തു. സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ഗള്ളിക്കും കവറിൻ്റെ ഇടയിൽ കൂടെ 1 റൺ എടുത്ത്. എക്സലൻറ്റ്. ആ 1 റണ്ണെന്ന് പറയുന്നത് 30 റണ്ണിന് തുല്യമാണ്. 1 റണ്ണെന്ന് പറയുന്നത് 30 റണ്ണിന് തുല്യമാണ്. അതാണ് അതിൻ്റെ കണക്കാക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടികൾ 1 റൺ എടുക്കണമെങ്കിൽ 30 റണ്ണെന്ന്, അല്ലെങ്കിൽ 20 റണ്ണെന്ന് കണക്കാക്കും. അവർ ഒരു 30 40 റണ്ണിനോ 50 റണ്ണിനോ ഓൾ ഔട്ടായി ഈ കുട്ടികൾ ജയിച്ചെന്നാണ് അർത്ഥം. കാരണം 50 റണ്ണൊക്കെ ഇവർ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ വാസി അക്രവും ഈ ഞാൻ പറഞ്ഞ മഗ്രാത്തും മുംബ്രയും മലിംഗയും മാൽക്കം മാർഷും അയ്യോ നമ്മൾ കപിൽ ദേവിനെ വിട്ടു കേട്ടോ. ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാർ 433 റണ്ണെടുത്ത് വേൾഡ് റെക്കോർഡ് സ്ഥാപിച്ച കപിൽ ദേവിനെ വിട്ടു കേട്ടോ. അങ്ങനെ അത് അടുത്തൊരു ബൗൾഡ് 13 വയസ്സായ അടുത്തൊരു പയ്യൻ ബൗൾഡായിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ കളി ഇങ്ങനെയുള്ളവരിടത്ത് ഒരു 30 40 റണ്ണെടുത്താൽ പോലും 50 റണ്ണിനകത്ത് കുട്ടികൾ എടുക്കുകയാണെങ്കിൽ പോലും അതൊരു വലിയ എഫക്റ്റാണ്. അപ്പോൾ ഓരോ റണ്ണും പവർഫുള്ളായ ഇതാണ് നിങ്ങളിത് കാണേണ്ടത്. വീണ്ടും ആഘോഷം. 13 വയസ്സായ പയ്യൻ ഔട്ടായിരിക്കുകയാണ്. നല്ല ഷാർപ്പ് ബൗൾഡാണ്. നല്ല സൂപ്പർ ബൗൾഡ് അല്ലേ? എക്സലൻറ്റ് ബൗൾഡാണ്. ഇനി അടുത്ത പയ്യ ഇറങ്ങുകയാണ്. അവനൊരു 13, അത് പെൺകുട്ടിയാണ്. ആണോ? ഇങ്ങ് പറഞ്ഞ പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. ലോങ് സൈറ്റിൽ നമുക്ക് പിടിയില്ല. ഇനിയിപ്പോൾ വന്ന് ബാറ്റ് ചെയ്യുന്ന പൊസിഷൻ കാണുമ്പോൾ അറിയില്ല. അവൻ മറ്റേ ഓഫ് സ്പിന്നറാണെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ ഒന്ന് ബൗൾ ചെയ്ത ഓഫ് സ്പിന്നറാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അങ്ങനെ ഉള്ള രസകരമായ കളിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഗ്രീൻഫീൽഡിൽ മനോഹരമായ കാഴ്ചയിൽ കൂടി നീല മേഘങ്ങൾ, നീല ആകാശം, നല്ല തെളിഞ്ഞ ആകാശം, അന്തരീക്ഷം നല്ല തെളിഞ്ഞ് മഴയൊക്കെ മാറി ക്രിസ്മസിനെ വരവേൽക്കാൻ നല്ല തെളിഞ്ഞു നിൽക്കുകയാണ്. ഈ ആഘോഷത്തിൽ കൂടി, ഈ ആകാശത്തിൻ്റെ തെളിമയിൽ, ഈ പ്രത്യേക കളിയിൽ കൂടി, രസകരമായ കാഴ്ചപ്പാടിൽ കൂടി നല്ലൊരു ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗെയിമിൻ്റെ ഇടയിൽ വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിക്കുകയാണ്, നിങ്ങളുടെ കുട്ടി വളരെ എന്തെങ്കിലും സ്കില്ലുള്ളവരുണ്ടെങ്കിൽ അവരെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതാ വീണ്ടും ഒരു 13 വയസ്സ് തന്നെ പറഞ്ഞ പയ്യൻ തന്നെ കേട്ടോ. അവൻ തന്നെ ഓഫ് സ്പിന്നറാണ്. അപ്പോൾ ആ പയ്യനെതിരെ ഇതാ വീണ്ടും 135 140 സ്പീഡിൽ റിവേഴ്സിങ്, ഔട്ട് സ്വിങ്, ഇൻസ്വിങ്, ഏത് മാരകായുധങ്ങളും കയ്യിൽ ധാരാളമുള്ള ബൗളറാണ്. ഒരു ദാക്ഷിണ്യമില്ലാതെ എറിയാൻ പോവുകയാണ്. എന്നിട്ടിനിപ്പോൾ അവ ഒരു ഡിഫൻസിൽ 1 റൺ എടുത്താൽ 30 റൺ. ഇവർ 40 റൺ എടുത്തു കഴിഞ്ഞാൽ അവരടിച്ച 200 റണ്ണിനെ ചേസ് ചെയ്തു എന്നാണ് അർത്ഥം. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ആ അർത്ഥത്തിൽ തന്നെയാണ് പറയണത്. കണ്ടോ ആ പയ്യനെ ഔട്ടാക്കാനുള്ള ആ ത്രാണി ഉണ്ടോ? അതിലിതാണ്ട് സീനിയറിലെ കോച്ചുമാരാണ് കിടന്ന് വിളിക്കുന്നത് ഔട്ട്. നാണോ മാനോ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കണത്.
ഇവന്മാർക്ക് കൊച്ചു കുട്ടികൾ വിളിക്കണ മനസ്സിലാവും. ഈ കൊച്ചു 13 വയസ്സായ പയ്യൻ ഇവന്മാർ ഞാഞ്ഞെറിഞ്ഞ് വിട്ട് ബോളും പിടിച്ചിട്ട് ബാറ്റിലും കൊണ്ടില്ല, സൈഡിലില്ല, ബോളെല്ലാം ബീറ്റഡായി പോയിട്ട് അമ്പയറിൻ്റെ അടുത്ത്, പ്രൊഫഷണൽ അമ്പയർ, സ്റ്റേറ്റ് അമ്പയറാണ് ഒരു സൈഡിൽ നിൽക്കുന്നത്, ഒരു സൈഡിൽ നിൽക്കുന്ന ഡിസ്ട്രിക്ട് അമ്പയറാണ്. ഈ അമ്പയറിൻ്റെ അടുത്ത് അവിട്ട് വിളിച്ച് ചോദിക്കുക ഇവന്മാർക്ക് നാണമുണ്ടായി സീനിയേഴ്സിന്. അത് ചെയ്യാൻ പാടുണ്ടോ? പിള്ളേർ വിളിച്ചോട്ടെ, ഒരു സെൻസ് വേണ്ടേ അയാളൊക്കെ. ഇവർ കോച്ചുമാരും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ കാണുമ്പോൾ പറയണ്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അങ്ങനെ ഇത്രയും നേരം കമൻട്രി 5-6 റൗണ്ട് എടുത്തിട്ടും പറയണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കുട്ടികൾ ഈ പറയണ ഇങ്ങനെ കളിച്ചുകൊണ്ട് നിങ്ങൾ മക്കളെല്ലാം ആരായാലും ഏത് പ്രൊഫഷനിലും നമ്മളെക്കാലം അസാധ്യ പെർഫോമൻസ് ഉള്ളവരായിട്ട് നിങ്ങളെ കുട്ടികളെ ഇടപഴകാൻ പറ്റും. അതായത് നിങ്ങളുടെ കുട്ടി ഇപ്പോൾ സയൻസിൽ ബ്രില്യൻ്റ് ആണെങ്കിൽ സയൻസ് അസാധ്യമായിട്ട് മീൻസ് അതാ വീണ്ടും ബൗൾഡ്, പെൺകുട്ടി ബൗൾഡായിരിക്കുകയാണ്, ഇപ്പുറത്ത് അടുത്ത ഒരാൾ എറിഞ്ഞത് ബൗൾഡായിരിക്കുകയാണ്. നിങ്ങളുടെ കുട്ടിയെ നിങ്ങളുടെ കുട്ടിയെക്കാളും കഴിവുള്ളവരിടത്താണ് വിടേണ്ടത്. കഴിവുള്ളവരുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ കുട്ടി വളരെ ടോപ്പ് മാർക്ക് വാങ്ങിയെന്നോ ടോപ്പ് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെക്കാൾ അസാമാന്യമായ കഴിവുള്ളവരുടെ ഇടയിൽ ഇറക്കി കളിക്കണം. അല്ലെങ്കിൽ ഇറക്കി വിട്ടിട്ട് ആ സയൻസോ അങ്ങനെ അവർക്ക് വേണ്ട സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യണം. ഡെവലപ്പ് ചെയ്യുമ്പോൾ ആദ്യം കുറേ ദിവസം വളരെ ഫ്ലോപ്പായിരിക്കും, ആദ്യത്തെ 3-4 വർഷമൊക്കെ. പക്ഷേ ഇടപഴകണ ആരാണ്? നിങ്ങളെ കുട്ടിയെക്കാളും ബ്രില്യൻ്റായവരടുത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ കുട്ടി അവരെയാണ് പ്രതിരോധിക്കുന്നത്. നമ്മളെക്കാളും ബ്രില്യൻ്റായവരെ നമ്മൾ പ്രതിരോധിച്ച് നമ്മൾ കുറേ കൂടെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ നോളജും കിട്ടും, കഴിവും കിട്ടും, നമുക്ക് അടുത്ത ബ്രില്യൻഷിപ്പ് വരും. അങ്ങനെ നിങ്ങൾ കുട്ടിയുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത് ഇന്നീ വാസിം അക്രത്തിനെതിരെയും മനോഹരമായ കാഴ്ചയാണ്. വാസിം അക്രം, കപിൽ ദേവ്, മാർക്കം മാർഷ്, മഗ്രാത്ത്, ബ്രെഡ്ലി, നമ്മൾ ഇവനെ വിട്ടുപോയില്ലടാ, പഴയ ഡൊണാൾഡ്, സൗത്ത് ആഫ്രിക്കയുടെ ഡൊണാൾഡ്, ഇനിയുണ്ടല്ലോ സൗത്ത് ആഫ്രിക്കയുടെ നമ്മുടെ സ്റ്റെയിന്, ഇപ്പോഴത്തെ ബോൾട്ട്, നമ്മുടെ ബോൾട്ട് ന്യൂസിലാൻഡിൻ്റെ അല്ലേ, ന്യൂസിലാൻഡിൻ്റെ ബോൾട്ട്, ഇവർക്കെതിരെയാണ് അവർ ഫൈറ്റ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മളൊക്കെ ആർച്ചർ, ഇംഗ്ലണ്ടിൻ്റെ ആർച്ചർ. അപ്പോൾ ഇത് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞത്, നിങ്ങളടുത്ത് പറയണമെന്ന് നിങ്ങൾ സഞ്ജു സാംസനെ നോക്കി നോക്കും. ഇന്ന് സഞ്ജു സാംസൺ ഇത്രയും കളിക്കണമെന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ കളിച്ച് വന്നതെല്ലാം തന്നെക്കാളും 5 മടങ്ങ് പെർഫോമൻസ് ഉള്ള പ്ലേയേഴ്സിനെതിരെയാണ്. അതുകൊണ്ടാണ് ഇന്ന് സഞ്ജു സാംസൺ IPL 18 കോടിയുള്ള താരമായത്, ഇന്ത്യൻ ടീമിൻ്റെ വാർഷിക വരുമാനം 6 കോടിയുള്ള ആളായതും, ഒരു വാർഷിക വരുമാനം ഇന്ന് സഞ്ജു സാംസൺ 50 കോടിക്ക് എത്തിയതും, സഞ്ജു സാംസൺ ടോപ്പിലോട്ട് വളർന്നതും. പകരം നമ്മളെക്കാളും പെർഫോമൻസ് താഴെ ഉള്ളവരടുത്ത് വർക്ക് ചെയ്തിട്ട് നമ്മളെ കുട്ടി വെല്ലാണെന്ന് പറഞ്ഞ് നിങ്ങൾ വച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ കുട്ടി ഒരിക്കലും ഇനി പ്രൊഫഷണലാവില്ല. എന്തെങ്കിലും ജോലിയൊക്കെ വാങ്ങുമെന്നുള്ളത് ഒഴിച്ച് അങ്ങത്തില്ല. നിങ്ങളുടെ കുട്ടിയെ പ്രൊഫഷണലാക്കണമെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ എപ്പോഴും നിങ്ങളെ കുട്ടികളെക്കാളും സ്കില്ലുള്ളവരടുത്ത് വിടണം. നിങ്ങളുടെ കുട്ടി ക്ലാസ്സിൽ 100-ൽ 95 മാർക്ക് വാങ്ങണമെങ്കിൽ അടുത്ത് നിങ്ങളുടെ കുട്ടി ഇടപഴകേണ്ടത് ഈ 95 മാർക്കല്ല 98 മാർക്ക് വാങ്ങുന്ന ഗ്രൂപ്പിൽ പോയി ഇടപഴകണം. അല്ലാതെ 90-ൽ 60 മാർക്ക് വാങ്ങണ ഈ കമൻറേറ്റർ സോറി കേട്ടോ, എൻ്റെ മാർക്ക് 90-ൽ 60 കിട്ടാറില്ല കേട്ടോ, 30, 20, 25. എൻ്റെ ക്യാമറ മനസ്സിൽ പറയണേ, ഇവ എന്ത് കണക്കിലാണ് 90-ൽ 100-ൽ നിനക്ക് 60 മാർക്ക് കിട്ടില്ല, നിനക്ക് എവിടെയുടെ കിട്ടി? അവൻ്റെ അവിടെ സൈഡിൽ ഇരുന്നിട്ട് ഒരു മൂഞ്ചിയ നോട്ടം. ഞാൻ മുഖം കാണിക്കില്ല, നിങ്ങൾക്ക് ക്യാമറ വില കാണിക്കില്ല, ഞാൻ ലാസ്റ്റ് കാണിച്ചു കേട്ടോ. അവിടെ ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കുട്ടി 100-ൽ 98 മാർക്ക് വാങ്ങണമെങ്കിൽ 100-ൽ 60, 50 അല്ലെങ്കിൽ 100-ൽ 25 മാർക്ക് വാങ്ങണമെങ്കിൽ ക്യാമറമാനെ പോലുള്ളടുത്ത് ഇടപെട്ടിട്ട് കാര്യമില്ല. അവരെ കൂടെ ഇരുന്നിട്ട് അവൻ ടോപ്പ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ കുട്ടി 100-ൽ 95 മാർക്ക് വാങ്ങണമെങ്കിൽ അവിടുത്തെ ഇടപെടേണ്ടത് 100-ൽ 99 വാങ്ങണമിടത്താണ്. അങ്ങനെ വരുമ്പോൾ അവ അപ്ഗ്രേഡ് ആവും. പകരം നമ്മൾ ഈ സാധാരണക്കാരൻ്റെ ഇടയിൽ രാജാവായിട്ട് നമ്മളെന്തോ കുട്ടികൾ ബ്രില്യൻ്റ് ആണെന്ന് പറയണേക്കാം. ആ കുട്ടികളൊന്നും ഒരിക്കലും പ്രൊഫഷണൽ ആവില്ല. നിങ്ങൾ പ്രൊഫഷണൽ ആവണമെങ്കിൽ ടോപ്പിലോട്ട് പോകണം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ക്രിക്കറ്റിൻ്റെ ഇടയിൽ എളുപ്പം മനസ്സിലാവാനാണ് ഇപ്പോഴത്തെ പ്ലെയർ സഞ്ജു സാംസനെ പറയുന്നത്. കാരണം അയാളുടെ വാർഷിക വരുമാനം 50 കോടിയാണ് ഇപ്പോൾ. അയാളൊരു പ്രൊഫഷണൽ ആയതുകൊണ്ടാണ് ആ ലെവലിലോട്ട് എത്തിയത്. അത് എങ്ങനെയായി? സഞ്ജു സാംസൺ ഇവിടെയുള്ള സാധാരണവരെടുത്ത് മാത്രം കളിച്ചുകൊണ്ട് കിടന്നെങ്കിൽ അതൊരിക്കലും ആവില്ല. സഞ്ജു സാംസൺ അപ്ഗ്രേഡ് ചെയ്യണനുസരിച്ച് തന്നെക്കാളും മികച്ചവർക്കെതിരെ പോരാടാൻ തുടങ്ങി. നമ്മളെപ്പോഴും പോരാടേണ്ടത് നമ്മളെക്കാളും മികച്ചവർക്കെതിരെയാണ്. അല്ലാതെ പാവത്തപ്പായി ഇരിക്കണത് LB നല്ല ക്ലബ് LB നമ്മളെപ്പോലെ പിന്നെ 10ാം ക്ലാസ്സിൽ 100-ന് 20 മാർക്ക് വാങ്ങിച്ച് കമൻറേറ്ററിനെതിരെയല്ല കേട്ടോ ഞാൻ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞ് നമ്മൾ ക്യാമറമാനെ കാണിച്ചു തരാം. അവനൊരു പുജ്ഞ. ഇനിയിപ്പോൾ സത്യം പറയടാന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം അവൻ കുറേ നേരം കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്, വൈകുന്നേരം എന്തോ അവന് നഷ്ടപ്പെട്ടു പോയെന്ന് പോലെ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പം നിങ്ങളുടെ കുട്ടികളുടെ സ്കില്ല് വളർത്താൻ, നിങ്ങളുടെ കുട്ടിയെ അപ്ഗ്രേഡ് ചെയ്യാൻ,
നിങ്ങളുടെ കുട്ടി ഇത് അതുകൊണ്ടാണ് ഈ കുട്ടികൾ 3-4 വർഷം കഴിയുമ്പോൾ ബ്രിഡ്ലിയം പേടിക്കില്ല. ഇവരാരും ഒരു മുൻനിര ഒരാൾ ഇതുപോലെ കളിച്ച് വളർന്ന കുട്ടികൾ കളിയെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ സയൻസിനെ കൂടെ ചേർത്ത് പറഞ്ഞത്. അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങളെപ്പോഴും ടോപ്പിലോട്ട് നിങ്ങളെ കുട്ടിയെ മാറ്റാൻ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ട്രെയിനിങ് ലെവൽ ആവശ്യമുണ്ടെങ്കിൽ സമീപിക്കുക, ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ ബ്രാഞ്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യണം, ഉടനെ ഉണ്ടാവും ഗോവയിലും ട്രിവാൻഡ്രത്തും. കോൺടാക്റ്റ് നമ്പർ 9645400905. ക്യാമറാമാൻ്റെ നമ്പർ ഉടനെ ഇവിടെ കാണിക്കുന്നതായിരിക്കും. ക്യാമറാമാനെ നമ്പർ പറ. 88 48 88 19 60. ശരി, അല്പനേരം ഇടവേള. സൈനിങ് ഓഫ്. വൈകുന്നേരം സായസന്ധ്യയിൽ സമയം ഇപ്പോൾ എത്ര? 5:10. 5:10 ഒരു കുഞ്ഞളവേര. സൈനിങ് ഓഫ്. നബക്സോളോ.